കീർത്തി സുരേഷിന്റെ വിവാഹ വിശേഷങ്ങളാണ് എവിടെയും. ഗോവയിൽ വെച്ച് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹ ചിത്രങ്ങളാണ് ആദ്യം കീർത്തി സുരേഷ് ഇൻസ്റ്റഗ്രാം വഴി പുറത്തുവിട്ടിരുന്നത്. പിന്നാലെ കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ ആചാരങ്ങൾ അനുസരിച്ച് നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. കീർത്തിയുടെ പ്രണയത്തെക്കുറിച്ച് 15 വർഷക്കാലം മറച്ചുവെച്ചതാണ് പലർക്കും കൗതുകമായി തോന്നിയത്. ഇൻഡസ്ട്രിയിൽ എത്തുന്നതിന് മുൻപേയുള്ള പ്രണയം. പല ഗോസിപ്പുകളും പുറത്തു വന്നിട്ടും കീർത്തി വെളിപ്പെടുത്താതിരുന്നത് ആരാധകരെ സംബന്ധിച്ച് വലിയ ഞെട്ടലായിരുന്നു. പക്ഷെ നേരത്തെ ഈ ബന്ധത്തെക്കുറിച്ച് അറിയുന്ന പലരും ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നടൻ ആൻസൺ പോളിന് തുടക്കം മുതലേ അറിയാമായിരുന്നു. റമോ എന്ന ചിത്രത്തിൽ കീർത്തി സുരേഷിനൊപ്പം അഭിനയിച്ച നടനാണ് ആൻസൺ പോൾ. മലയാളത്തിലും നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട്. കീർത്തിയുടെ ഭർത്താവ് ആന്റണി തട്ടിൽ തന്റെ ബന്ധുവാണെന്നും തുടക്കം മുതലേ ഈ പ്രണയം തനിക്ക് അറിയാമായിരുന്നുവെന്നുമാണ് ആൻസൺ പോൾ പറഞ്ഞത്. ഇപ്പോൾ മറ്റൊരു വൺ സൈഡ് ലവ് സ്റ്റോറിയും പുറത്തു വരുന്നുണ്ട്. തമിഴ് സൂപ്പർ താരം വിശാലിന് കീർത്തി സുരേഷിനെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു അത്രേ. 2018 പുറത്തിറങ്ങിയ സണ്ടക്കോഴി 2 എന്ന ചിത്രത്തിൽ വിശാലും കീർത്തി സുരേഷും ഒന്നിച്ച് അഭിനയിച്ചതാണ്. അവിടെ വെച്ച് കീർത്തിയുടെ പെരുമാറ്റവും രീതികളും ഇഷ്ടപ്പെട്ട വിശാൽ കീർത്തിയുടെ വീട്ടുകാരോട് ഔദ്യോഗികമായി പെണ്ണ് ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനു മുമ്പേ കീർത്തി ആന്റണിയുമായി പ്രണയത്തിലായിരുന്നു. അക്കാരണത്താൽ മേനകയും സുരേഷും ഈ ബന്ധത്തിന് നോ പറയുകയായിരുന്നു. സണ്ടക്കോഴി 2 സിനിമയുടെ റിലീസിംഗ് സമയത്ത് തമിഴ് തെലുങ്ക് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന റിപ്പോർട്ട് ഇങ്ങനെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഡിസംബർ 12-നായിരുന്നു കീർത്തി സുരേഷും ആന്റണി തട്ടിലും തമ്മിലുള്ള വിവാഹം ഗോവയിൽ വെച്ച് നടന്നത്. തികച്ചും സ്വകാര്യമായി നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തത്. ആദ്യം ബ്രാഹ്മണ ചടങ്ങുകൾ പ്രകാരവും പിന്നീട് ക്രിസ്ത്യൻ ചടങ്ങുകൾ എന്ന രീതിയിലുമായിരുന്നു വിവാഹം നടന്നത്. സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു.